എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്നത്തെ നമ്മുടെ കിച്ചണിൽ വളരെ പെട്ടെന്ന് ഓവൻ ഒന്നും ഇല്ലാണ്ട് തന്നെ ഒരു അടിപൊളി കുക്കീസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു കുക്കീസ് നമ്മൾ ഗോതമ്പ് പൊടിയും കൊണ്ടാണ് തയ്യാറാക്കുന്നത്. വളരെ ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ട് തന്നെ നമ്മൾക്ക് ഓവൻ ഇല്ലാണ്ട് തന്നെ സൂപ്പറായിട്ട് തന്നെ നമുക്ക് ഓവൻ സെറ്റപ്പിൽ ഈ ഒരു കുക്കീസ് തയ്യാറാക്കാം. അതായത് നമ്മുടെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ ആ ടെക്സ്ചറിലും ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു കുക്കീസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കുക്കീസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തതിൻ്റെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വേഗം നമ്മുടെ ഈ ഒരു അടിപൊളി കുക്കീസിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം. ഈ ഒരു കുക്കീസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മിക്സി ജാർ എടുക്കാം. അതിലോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഒരു 2 ഏലക്കായ ചേർക്കാം. ഞാനിവിടെ വലിയ ഇച്ചിരി വലിപ്പമുള്ള ഏലക്കായ കൊണ്ട് 2 എണ്ണമാണ് ചേർത്തത്. തീരെ ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം ചേർത്തുള്ളൂ കേട്ടോ. ഈ വക ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അതാ നോക്കിക്കോളൂ, നന്നായിട്ട് പൊടിച്ച് നമ്മുടെ പഞ്ചസാര ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു ബൗൾ എടുക്കാം. ബൗളിൽ ഒരു സ്ട്രെയിനറും കൂടെ വെച്ചതിന് ശേഷം ഇതിലോട്ട് 1 കപ്പ് നമ്മുടെ ആട്ടപ്പൊടി ചേർക്കാം കേട്ടോ. നമ്മൾ സാധാരണ ആശീർവാദത്തിൻ്റെ ആട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് തെള്ളിയെടുക്കാം. മാവ് നന്നായിട്ടൊന്ന് തെള്ളിയതിന് ശേഷം അതേ സ്ട്രെയിനറിൽ നമുക്ക് ഒരു 1/4 കപ്പ് നമ്മുടെ കടലമാവ് പൊടി ബേസൻ ഫ്ലോർ നമുക്ക് ആഡ് ചെയ്യാം. അതും കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് ഈ വക എല്ലാം അരിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ സാധാരണ ഉപ്പുമാവ് തയ്യാറാക്കുന്നത് റവ എടുക്കാം കേട്ടോ. ഈ വക ആഡ് ചെയ്തതിന് ശേഷം ഒരു പിഞ്ച് നമ്മൾക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് അധികമായി പോയിങ്ങനെ ടേസ്റ്റ് വ്യത്യാസം വരും. ഇതിലോട്ട് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്യാം. ഈ വക ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെ ആ മിക്സി ജാർ എടുക്കാം. അതിലോട്ട് ഒരു 1/4 കപ്പ് നമ്മുടെ റിഫൈൻഡ് ഓയിൽ, അതായത് സ്മെല്ലൊന്നും ഇല്ലാത്ത ഒരു ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. കുറേശ്ശെ ആഡ് ചെയ്ത് നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റ് ആക്കി നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അത് നോക്കിക്കോളൂ, ഞാൻ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫൈൻ പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം. ഇത് നോക്കിക്കോളൂ, നല്ല ഫൈൻ പേസ്റ്റ് ആക്കി നമ്മൾ ഈ ഒരു പഞ്ചസാരയുടെ മിക്സറും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബൗളിലുള്ളത് അതായത് ഗോതമ്പ് പൊടിയും കടലപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്നതും ഓയിൽ ചെയ്ത് മിക്സ് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സറും നമ്മുടെ ഈ ഒരു ബേസനിലോട്ട് ആഡ് ചെയ്യാം. ഈ വക ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം ഒന്ന് പ്രസ് ചെയ്ത് ഇതൊരു ഡോ പരുവത്തിലാക്കാൻ പാടില്ല. ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഡോ പരുവത്തിൽ നമുക്കിതൊന്ന് ആക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് പതിയെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. അതിനുശേഷം നന്നായിട്ടൊന്ന് ഒരു ഡോ പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. അപ്പം ഇതാ നോക്കിക്കോളൂ, നമ്മുടെ മാവ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഡോ പരുവത്തിൽ നമ്മൾ ഇവിടെ ആക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തത് ഇതുപോലെ കൈമേൽ നിന്ന് ജസ്റ്റ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ടെക്സ്ചർ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ബൈൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഇത് ആ ഒരു സെയിം ബേസനിലോട്ടാക്കി നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റിന് വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കീസ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് ട്രേ വേണേലും എടുക്കാം. ഇതുപോലെ കേക്ക് ടിൻ വേണേലും എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഇഡ്ഡലി തട്ട് വേണേലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇഡ്ഡലി തട്ടാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് കുറച്ച് ഓയിൽ ഞാൻ ആക്കിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഓരോ തട്ടിലോട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കാം. ഒരു വെസൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഉപ്പ് ലെയർ ആക്കിയതിന് ശേഷം ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ലിഡ് ക്ലോസ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സ് നമുക്ക് ഈ ഒരു വെസൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുക്കീസിൻ്റെ ആ ഡോ ഒന്ന് എടുത്ത് നോക്കുക. ഇതാ നോക്കിക്കോളൂ, ഞാനിവിടെ കുറച്ച് നട്ട്സും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാഷ്യൂ നട്ട്സും നമ്മുടെ പിസ്തായും കൂടെ ചോപ്പ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അതായത് ആ ഡോവിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കുറച്ച്, അതായത് ഒരു ചെറിയൊരു നെല്ലിക്കാട വലുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഡോ ഇതുപോലെ നന്നായിട്ടൊന്ന് ഒരു ലഡുയുടെ പരുവത്തിൽ ആദ്യം ഒന്ന് ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഉരുട്ടിയതിന് ശേഷം നടുഭാഗത്ത് ഇതുപോലെ കൈയും കൊണ്ട് തള്ളവിരൽ കൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഒരു ഗ്യാപ്പ് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു നട്ട്സ് ഇതിൻ്റെ മേലെ ഒന്ന് പ്രസ് ചെയ്ത് ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇത് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇഡ്ഡലി തട്ടിലോട്ട് നമുക്ക് ഇതുപോലെ വെക്കാം. അതായത് ഇഡ്ഡലി തട്ടോ കേക്ക് ടിനോ ഏതാ നിങ്ങൾ യൂസ് ചെയ്യുന്നത്
അതിലോട്ട് ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് അടുത്തതും കൂടെ ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. നോക്കിക്കോളൂ, ഞാനൊന്ന് റൗണ്ട് ആക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തു. അതിൻ്റെ മേലെ കുക്കീസ്, അതായത് നമ്മുടെ നട്ട്സ് ആഡ് ചെയ്തു കുക്കീസ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതുപോലെ സെറ്റ് ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ വെസൽ നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യാം. ലിഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഇഡ്ഡലിത്തട്ട്, അതായത് കുക്കീസിൻ്റെ ആ തട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലോട്ട് ഒന്ന് ഇറക്കി വെക്കാം. ലിഡിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്ക് ഇതൊരു 20 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആവി ഒന്നും ഉള്ളിലോട്ട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു കനമുള്ള എന്തെങ്കിലും ഒരു സാധനം നമുക്ക് എടുത്ത് വെക്കാം. ഇനി നമുക്ക് ഇത് 20 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. 20 മിനിറ്റ്സിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്ത് നമ്മുടെ കുക്കീസ് ഒന്ന് നോക്കാം. നോക്കിക്കോളൂ, നല്ല ഗോൾഡൻ ഷെയ്ഡായിട്ട് നമ്മുടെ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറത്തോട്ട് നമുക്ക് എടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് വന്നതിന് ശേഷം ഒരു നൈഫോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് പൊന്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കുക്കീസ് ഇവിടെ പുറത്തോട്ട് നമുക്ക് ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മുടെ പ്ലേറ്റിലോട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ വീറ്റ് ഫ്ലോറും കൊണ്ട് തയ്യാറാക്കുന്ന ഈ ഒരു കുക്കീസ് പെർഫെക്റ്റ്ലി നമ്മൾ റെഡി ആയിട്ട് നമ്മൾ പ്ലേറ്റിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു കുക്കീസ് ഓവൻ ഇല്ലാണ്ട് തന്നെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പം എല്ലാവരും ഈ ഒരു കുക്കീസ് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളൂ കേട്ടോ. ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ കുക്കീസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. നാളെ നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. Thank you for watching and bye-bye.